നമസ്കാരം. ജ്യോതിഷപ്രകാരം നാളത്തെ ദിവസത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നാളെ ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ചയാണ്, മിഥുന മാസത്തിലെ ആദ്യ ശനിയാഴ്ച. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ശനിയാഴ്ചയാകയാൽ ശനിദോഷ നിവാരണത്തിനും ആരാധനകൾക്കുമൊക്കെ ഏറ്റവും ഉത്തമമായ ദിവസം കൂടി ആകുന്നുണ്ട്. നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറാനും സാമ്പത്തിക ഉന്നതിക്കായും കുടുംബത്തിൽ നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ വരാനായിട്ടും നാളെ നിങ്ങൾക്ക് പ്രാർത്ഥനകൾ നടത്താവുന്നതാണ്. കൂടാതെ നാളത്തെ ദിവസം എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് ദിവസഫലമായി നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന് നമുക്ക് ഈ അധ്യായത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. നാളത്തെ ദിവസത്തിന് പൊതുവായ ഊർജ്ജം, എല്ലാ ദിവസത്തിനും ഊർജ്ജമുണ്ട്. പക്ഷേ ആ ഊർജ്ജം അനുകൂലമായി നമുക്ക് വന്നു ചേരേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പൊതുവായ ഊർജ്ജം നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ ശനിയാഴ്ചയാണ്, ശനി മഹാപ്രഭുവിൻ്റെ സ്വാധീനം ശക്തമായി നിൽക്കുന്ന ഒരു ദിവസം ശനിയാഴ്ച. അതേപോലെ തന്നെ മിഥുനക്കൂറുകാർ, ചിങ്ങം, തുലാം, വൃശ്ചികം, കുംഭം, മീനം തുടങ്ങിയ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നാളെ പൊതുവെ വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ദൃശ്യമാകുന്നത്. എന്നാലോ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചില നക്ഷത്രക്കാർക്ക് കാര്യപരാജയവും ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുകളും ഒക്കെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. യാത്രകളിലായാലും അതേപോലെ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായ കുറച്ച് നക്ഷത്രക്കാർ കൂടിയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് ഒന്നൊന്നായി നോക്കാം. ആദ്യം തന്നെ നാളെ ഏറ്റവും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനൻ രാശി നക്ഷത്രക്കാർക്ക് നാളെ കാര്യവിജയത്തിൻ്റെ ദിവസം തന്നെയാണ്. എന്ത് ചെയ്താലും വിജയമുണ്ടാകും, അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന മത്സര പരീക്ഷയുടെ റിസൾട്ടൊക്കെ നാളെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉന്നതമായ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. ഔദ്യോഗിക രംഗത്തും വലിയ രീതിയിലുള്ള അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന ദിവസം, തൊഴിൽ കൊണ്ട് ലാഭമുണ്ടാകുന്ന ദിവസം, അതേപോലെ സ്ഥാനക്കയറ്റം തേടിയെത്തുന്ന ചില ശുഭവാർത്തകൾ സ്ഥാനക്കയറ്റവുമായി അല്ലെങ്കിൽ കർമ്മ മേഖലയുമായി നോക്കുമ്പോൾ ഉണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും അനുകൂലമായ മറുപടി ലഭിക്കാനൊക്കെ നാളത്തെ ദിവസം വളരെ മികച്ചതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സഫലമാകുന്ന ഒരു ദിവസമാണ്. നാളെ ഏത് കാര്യത്തിനായി ആഗ്രഹിച്ചിറങ്ങിയാലും അതൊക്കെ അനുകൂലമാകും. ശനിയാഴ്ചയാണ്, അത് എനിക്ക് ദോഷം വരുന്ന ദിവസമാണോ, ശനിയൊക്കെ പൊതുവെ ചില ആളുകൾക്ക് അത്ര ശുഭകരമല്ല എന്ന ചിന്ത കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ചിന്തനത്തിൻ്റെ ആവശ്യമില്ല. പരീക്ഷ എന്തെങ്കിലും എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെച്ചോളൂ, വിജയം തന്നെ ഉറപ്പാവുന്നതാണ്. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകുന്ന ഒരു ദിവസം എന്ന് പറയാം. ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ വാക്കുകൾ കൊണ്ടുപോലും കുത്തിനോവിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിലും നിങ്ങളുടെ ഗുണകരമായ ദിവസമാകയാൽ അവർക്ക് പരാജയം സംഭവിക്കും. അതോടൊപ്പം തന്നെ ഇഷ്ടഭക്ഷണം കഴിക്കാനുള്ള, ഗൃഹത്തിൽ നിന്ന് ഇഷ്ടമുള്ള ആഹാരം ഗൃഹത്തിൽ വെച്ച് കഴിക്കാനാകും, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയി ഭക്ഷണം കഴിക്കാനാകും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം പുറത്തുപോയി ഭക്ഷണം കഴിക്കാനാകും. ഏതായാലും ഇഷ്ടഭക്ഷണ സമൃദ്ധി യോഗം കാണുന്നുണ്ട്. അതുവഴി മനസ്സിന് സന്തോഷം വന്നു ചേരും. കൂടാതെ ചില ശുഭകരമായ വാർത്തകളൊക്കെ നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്താനുള്ള ഭാഗ്യവുമുണ്ട്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്കും മികച്ചതായൊരു ദിവസമാണ് നാളെ. ആരോഗ്യവും അതോടൊപ്പം തന്നെ പുതിയൊരു ഊർജ്ജവും, ഇതുവരെ ഇല്ലാതൊരു പ്രസരിപ്പ് ഊർജ്ജമൊക്കെ തോന്നുന്നതായ ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും അപ്രതീക്ഷിത ലാഭമൊക്കെ നാളെ കൊയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയ എന്തെങ്കിലും ബിസിനസ് പ്ലാനുകൾ മനസ്സിലുണ്ടെങ്കിൽ ആ സാധ്യതകളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതായ ഒരു ദിവസം കൂടിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിക്കാർക്ക് പരീക്ഷകളിൽ നാളത്തെ ദിവസം പങ്കെടുക്കാൻ ഇരിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഗുണമൊക്കെ ഉണ്ടാകുന്നതാണ്. വലിയ ചില വിജയങ്ങളൊക്കെ നിങ്ങളെ തേടി എത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. പുതിയ കോഴ്സുകളിലേക്കൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതിന് ഗുണകരമായ ചില റിസൾട്ട് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. ശത്രു ശല്യങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഉണ്ട്. ചിലപ്പോൾ മുൻപേ നടത്തിയതാകാം, അതിൻ്റേതായ ചില കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്ന, എന്തെങ്കിലും ദോഷം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണകരമായി ഭവിക്കേണ്ട കാര്യങ്ങളെ പോലും ഇവരുടെ വാക്കുകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ കൊണ്ട് തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങൾ മാറി നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസമായിരിക്കും. സുഹൃത്തുക്കൾ ഗൃഹത്തിലേക്ക് വന്നു ചേരാനോ
അതേപോലെ തന്നെ ചില സൽക്കാര പരിപാടികളിലൊക്കെ പങ്കെടുക്കാനോ അതല്ലെങ്കിൽ ചില ഉല്ലാസം, നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന ഉല്ലാസ യാത്രകളൊക്കെ പോകാനും നാളത്തെ ദിവസം അവസരമുണ്ടാകും. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യവിജയം ഉണ്ടാവുകയും അതുവഴി ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ഭവിക്കുകയും ചെയ്യുന്ന സമയമാണ്. അതേപോലെ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്കും സമൂഹത്തിൽ ചില അംഗീകാരങ്ങൾ, മാന്യത ഒക്കെ വന്നു ചേരുന്നതായ ദിവസമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന ഒരു ദിവസവും. അതേപോലെ വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച നേട്ടമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ശുഭകരമായ ദിവസം തന്നെയായിരിക്കും നാളത്തേത്. ശനിയാഴ്ചയാണ് എന്നോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അതായത് നല്ല ഒരു ശുഭകരമായ കാര്യമുണ്ടെങ്കിൽ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ചില അശുഭകരമായ കാര്യമുണ്ട്, നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഈ നക്ഷത്രക്കാർക്ക് ശുഭകരമായ ദിവസമാകയാൽ ചില നക്ഷത്രക്കാർക്ക് അല്പം ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കിയാൽ, ഈ കാര്യങ്ങൾ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഒരു മുൻകരുതൽ എടുക്കാനോ, അതായത് ധനപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു നമ്മൾ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അത് നിങ്ങളാൽ ചെയ്യാൻ നാളത്തെ ദിവസം അനുവദനീയമാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന് നമ്മൾ നോക്കാറുണ്ടല്ലോ. അങ്ങനെ ഒന്ന് സൂക്ഷിക്കണം എന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ, അതായത് മേടം രാശിക്കാരായ നിങ്ങൾ നാളത്തെ ദിവസം ചില പരാജയങ്ങളൊക്കെ നേരിടേണ്ടതായ അവസ്ഥ വരാം. മനസ്സിന് അനാവശ്യമായ വിഷമങ്ങൾ ഉണ്ടാകാനും ഇച്ഛാഭംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇച്ഛിച്ച ഒരു കാര്യം, അതായത് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതിരിക്കാനൊക്കെയുള്ള, അല്ലെങ്കിൽ ശത്രുക്കളുടെ ശല്യം വന്നു ചേരാനൊക്കെയുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുമായി ഇന്നലെ വരെ കാര്യം പറഞ്ഞ് സന്തോഷമായിട്ടിരുന്ന ചില പ്രിയപ്പെട്ട ആളുകളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസം. അപ്പോൾ സാധ്യത എന്നാണ് പറയുന്നത്, ഇത് ഭവിക്കുമെന്നല്ല പറയുന്നത്. അപ്പോൾ സാധ്യത ഉണ്ട്. അതിനാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എടുത്തു ചാടിയുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളിലേക്ക് ദേഷ്യം വന്നു ചേരുന്ന രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കോ കാര്യങ്ങൾക്കോ നാളത്തെ ദിവസം പോകാതിരിക്കുക. അതേപോലെ കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവ രാശിക്കാർക്കും നാളത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അതായത് നമ്മൾ ഇതുവരെ ചെയ്യുമ്പോൾ എല്ലാം വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നാളത്തെ ദിവസം അല്പം ഒരു മടി തോന്നുകയോ അല്ലെങ്കിൽ എല്ലാം ഒരു പയ്യെ പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥയൊക്കെ തോന്നാനും, ജോലി സ്ഥലത്ത് അനാവശ്യമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചില ദേഷ്യം നമുക്ക് വരുമല്ലോ. അങ്ങനെ ഒരു ദേഷ്യമൊക്കെ കർമ്മമേഖലയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും വരാനൊക്കെ സാധ്യത കൂടുതലായിട്ടുണ്ട്. പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നാളത്തെ ദിവസത്തിൽ നിന്നൊന്ന് മാറ്റിവെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി വരുന്നത്. പുണർദം, പൂയം, ആയില്യം കർക്കിടകൻ രാശിക്കാർക്കും നാളത്തെ ദിവസം വലിയ ശുഭകരമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടുണ്ട്. തർക്കങ്ങളിൽ പെടാതിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാര്യപരാജയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെറുതെ തർക്കങ്ങളെയും വിഷമങ്ങളെയും വലിച്ചു വെക്കാതിരിക്കാനാണ് അനാവശ്യമായ തർക്കങ്ങൾ. അല്ലെങ്കിൽ എവിടെയെങ്കിലും രണ്ടുപേര് കൂടിയിരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എന്താ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയനും കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചെന്നിട്ടാണ് വഴക്കുകളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം പോകാതിരിക്കുക. നമ്മുടേതായ അഭിപ്രായങ്ങൾ, നമ്മുടേതായ ഒപ്പീനിയന് എല്ലാം നമ്മളിൽ തന്നെ വെക്കാനായിട്ട് നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. നാളത്തെ ദിവസത്തെ മാത്രം കാര്യമാണ് പറയുന്നത്. ഉത്രം, അത്തം, ചിത്തിര കന്നിരാശിക്കാർക്കും നാളെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയം കൂടിയാണ്. അതായത് അനാവശ്യമായ ചിലവുകൾ വരാനൊരു സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മളിത് വാങ്ങിക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമുക്കത് വാങ്ങിക്കണം എന്നൊരു തോന്നൽ വരികയും കാശില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കും. പിന്നെ ആയിരിക്കും അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നുന്നത്. അങ്ങനെയുള്ളതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം പൂർണ്ണമായി ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ നാളെ വീടുകളിൽ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. സാധ്യമാണെങ്കിൽ അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമുണ്ടെങ്കിലോ തൊഴുത് പ്രാർത്ഥിക്കുന്നതും ശനിദോഷങ്ങൾ അകലാനായിട്ട് ഏറെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.